നമസ്കാരം. എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു മലയാളം കഥയാണ് വായിക്കണേ. ഒരു നടന്ന സംഭവ കഥ. ചിത്രങ്ങളൊക്കെ ആരോ വരച്ച ചിത്രങ്ങളാണ്, പുസ്തകത്തിൽ കണ്ട പോലെ ഞാൻ വായിക്കണമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സംഭവ കഥയാണ്. വളരെ കാലം മുന്നേ നടന്ന ഒരു കഥ. ഒരു കുഞ്ഞ് പെൻഗ്വിൻ്റെ കഥ, വഴിതെറ്റിപ്പോയ പെൻഗ്വിൻ കുഞ്ഞിൻ്റെ കഥ. അപ്പോൾ കഥ തുടങ്ങാം. നടന്ന സംഭവമാണെങ്കിലും കഥ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങ് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പോൾ കുറച്ച് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കഥാകാരൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഞാനങ്ങ് വായിക്കാം. പുസ്തകം ഇംഗ്ലീഷിലുള്ളൊരു പുസ്തകമാണ് കേട്ടോ, ദ പെൻഗ്വിൻ ഹൂ ലോസ്റ്റ് ഹിസ് വേ. ഓക്കെ, പക്ഷെ വായിക്കാൻ നല്ല രസമുള്ളൊരു കഥ. കഥ തുടങ്ങുന്നത് അങ്ങ് ദൂരെ മഞ്ഞുമലകളും ഐസ് കട്ടകളും എല്ലാം ഉള്ള തണുത്തുറഞ്ഞ വെള്ളവുമുള്ള അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിൽ കൂടുതലായി കാണുന്നത് പെൻഗ്വിനുകളാണല്ലേ. അവിടെ അവരിങ്ങനെ കാടി തുള്ളി കളിച്ച് നടക്കുന്ന സ്ഥലം. അന്റാർട്ടിക്കൻ പെൻഗ്വിനുകൾക്ക് പ്രത്യേകതകളുമുണ്ട്. ഒരുപാട് രസമായി നല്ല കുടുംബമായിട്ട് ഫാമിലി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഹോപ്പി എന്ന് പറയുന്ന ഒരു കുഞ്ഞു പെൻഗ്വിൻ്റെ കഥയാണിത്. ഹോപ്പി എന്നുള്ള ഭയങ്കര കുറുമ്പനായ ഒരു പെൻഗ്വിൻ കുഞ്ഞായിരുന്നു. അതിങ്ങനെ നല്ല രസിച്ചൊരു ദിവസം രാവിലെ ചാടി തുള്ളി സീലൊക്കെ ചാടി കടലിൽ ചാടി ഐസിൽ കൂടെ ഓടി നടന്ന് സ്കീയിങ് ഒക്കെ ചെയ്ത് രസിച്ച് കളിച്ചിരിക്കുകയായിരുന്നു ചങ്ങാതിമാരുടെ കൂടെ. ഒപ്പം ചാടുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ, ചാടുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാട്ടോ. അപ്പോൾ ഈ പെൻഗ്വിൻ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആദ്യം മുട്ടയിൽ വിരിഞ്ഞു വരിക? മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛൻ പെൻഗ്വിനാണ് കുഞ്ഞിനെ കാവലിരിക്കുന്നത്. അടയിരിക്കില്ലേ, നമ്മുടെ കോഴിയൊക്കെ അടയിരിക്കുന്ന പോലെ പെൻഗ്വിൻ കുഞ്ഞിൻ്റെ അച്ഛൻ അതിൻ്റെ ഒരു കുഞ്ഞു മുട്ടയും പുതിയൊരു മുട്ടയും വന്ന് അടയിരിക്കുന്നുണ്ട് കുഞ്ഞ് വിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, നല്ല ഉറക്കം. അപ്പോൾ ഈ പെൻഗ്വിൻ കുഞ്ഞാണെങ്കിൽ ഹോപ്പി ആണെങ്കിൽ കിടന്ന് ഭയങ്കര ചാട്ടവും തുള്ളി മറിച്ചില്ല ഒക്കെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വലിയവനായി, എനിക്ക് ഇത്ര ഹൈറ്റിൽ ചാടാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അച്ഛൻ ഇതൊട്ട് ശ്രദ്ധിക്കുന്നില്ല. അച്ഛനെ കുറേ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ നീ ഇവിടെ നിന്ന് ബഹളം വെക്കാതെ ചെന്ന് നിൻ്റെ ചങ്ങാതിമാരുടെ കൂടെ കളിക്കും എന്ന് പറഞ്ഞിട്ട്, ദേ അവിടെ നോക്ക്, നിൻ്റെ ഉറ്റ മിത്രങ്ങളായ 2 പേരുണ്ട്, അവരുടെ കൂടെ പോയി കളിക്കൂ എന്ന് പറയും. അത് കേട്ടപ്പോൾ ശരി, അച്ഛൻ കളിക്കാൻ വരില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാം എന്നും പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ചാടിത്തുള്ളി ചങ്ങാതിമാരുടെ അടുത്തോട്ട് എത്തി. ഹോപ്പി അവരുടെ കൂടെ കുറേ നേരം കളിച്ചതിന് ശേഷം അവർ തമ്മിലൊരു മത്സരം വെക്കാം. ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടിരുന്ന ഒരു രസമില്ല, നമുക്കൊരു മത്സരം വെച്ചാലോ എന്ന് ചോദിക്കും. അപ്പോൾ ബാക്കി 2 പേർക്കും അതിന് സമ്മതമാണ്. ശരി, എന്താണ് മത്സരം? ആർക്കാണ് കൂടുതൽ ദൂരം തണുത്ത വെള്ളത്തിൽ നീന്താൻ പറ്റുക, അതാണ് മത്സരം എന്ന് പറയും. അതും മുങ്ങാങ്കുഴിയിട്ട് പോകണം. മുങ്ങാങ്കുഴി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്ത് പിടിച്ചിട്ട് അടിയിൽ കൂടെ പോകണം. അങ്ങനെ ആർക്കാ കൂടുതൽ ദൂരം പോകാൻ പറ്റുക എന്നായി. അപ്പോൾ ഹോബി പറഞ്ഞു, എനിക്ക് പറ്റും, എനിക്ക് കൂടുതൽ ദൂരം പോകാൻ പറ്റും എന്നും പറഞ്ഞ് അവനൊരൊറ്റ ചാട്ടം വെള്ളത്തിലോട്ടെടുത്ത് കടിച്ച് പിടിച്ചങ്ങ് നീന്തി. ഒരെണ്ണം മൂക്കും നോക്കിയില്ല, എല്ലാ ദൂരം ബ്രീത്ത് അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് കുറേ ദൂരം വന്നു. പക്ഷേ അവനൊരു അബദ്ധം പറ്റിപ്പോയി. അവൻ വരാനുള്ള ആവേശത്തിലുള്ള സ്പീഡിൽ നീന്തി വന്നതും ഈ പെൻഗ്വിനുകളുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റി അവൻ ഒരുപാട് ദൂരം അങ്ങ് പോയി. കുറേ ദൂരം കഴിഞ്ഞ് അവൻ പൊങ്ങി വന്ന് ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി ചങ്ങാതിമാരെ വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ചുറ്റുപാടിൽ എന്തോ ഒരു വ്യത്യാസം, ആരെയും കാണാനില്ല ചുറ്റിനും. അങ്ങനെ പുറത്തിറങ്ങിയ അവൻ ആദ്യം എല്ലാവരും ഒളിഞ്ഞു കളിക്കുകയാണെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് എല്ലാവരുടെയും പേര് വിളിച്ച് നോക്കിയപ്പോൾ അവരുടെ ചങ്ങാതിമാരെ മാത്രമല്ല അച്ഛനെയും അമ്മയെയും ആരെയും കുടുംബത്തിൽപ്പെട്ട ഒരു പെൻഗ്വിൻ കുഞ്ഞിനെ പോലും കാണാനില്ല. അപ്പോൾ അവന് മെല്ലെ പേടിയാവാൻ തുടങ്ങി. അവൻ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വിളിച്ച് നടന്നു. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നോക്കുമ്പോൾ എന്താ, അവൻ വന്ന സ്ഥലം അന്റാർട്ടിക്കയിൽ നിന്ന് ഒരുപാട് ദൂരെ കടലിൽ നീന്തി വേറൊരു കരയിലാണ് അവൻ പൊങ്ങിയത്. അന്റാർട്ടിക്കയിലാണെങ്കിൽ പൊങ്ങിയിടത്തെല്ലാം മഞ്ഞ, ഇവിടെയോ മണലും ഒരു ബീച്ചിൻ്റെ സൈഡായിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടും. അവരാണെങ്കിൽ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കാനും തുടങ്ങി, വെള്ളം തയ്ക്കാനും തുടങ്ങി.
വെള്ളം എടുത്ത് കുടിച്ചപ്പോഴോ ആപ്പിടി ഉപ്പ്. ഇതെന്ത് വെള്ളം? അവിടെ ചെന്നിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് വായിക്കകത്ത് അത് സ്നോ ആണെന്നാണ് അവൻ്റെ വിചാരം. അവനല്ലാത്ത വേറെ ഏത് സ്ഥലത്തും പോയിട്ടില്ല. അന്റാർട്ടിക്കൻ പെൻഗ്വിനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഭക്ഷണം കഴിക്കണതിന് പകരം അത് ചില സമയങ്ങളിൽ മീനിനെ പിടിച്ച് തിന്നും. അതല്ലാത്ത സമയങ്ങളിൽ അതിന് വെള്ളം ദാഹിക്കുമ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുകട്ട എടുത്തിട്ടാണ് വിഴുങ്ങുക. അങ്ങനെ മഞ്ഞുകട്ട വയറിൻ്റെ അകത്ത് പോയി വെള്ളമാവുമല്ലോ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അങ്ങനെ മഞ്ഞുകട്ടയാണെന്ന് വിചാരിച്ച് ഇത് ബീച്ചിലുള്ള മണ്ണങ്ങട് വാരി വായിക്കാത്തിട്ടു. അപ്പം തന്നെ തുപ്പി. ഇത് എന്തൊരുപ്പാ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് പെൻഗ്വിന് തന്നെ തോന്നി. അങ്ങനെ അവൻ കുറച്ച് മണ്ണൊക്കെ ആദ്യം തിന്നു. അവൻ എന്നിട്ടും അത് മണ്ണാണെന്നൊന്നും മനസ്സിലായില്ല. അവൻ പക്ഷേ കുറച്ച് നേരം മണ്ണ് തിന്നുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കും തീരെ വയ്യാതെ നോക്കുമ്പോൾ അതാ ആദ്യം 1-2 ആളുകൾ വന്നു. പിന്നെ പെൻഗ്വിനെ കണ്ടതും അതാ പെൻഗ്വിൻ എന്നും പറഞ്ഞ് ഒരുപാട് ആളുകൾ ചുറ്റിനും കൂടാൻ തുടങ്ങി. ഫോട്ടോ എടുക്കണു, പിടിക്കണു, ബഹളത്തോട് ബഹളം. അവനാണെങ്കിൽ പേടിയും തളർച്ചയും. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും അവന് തീരെ വയ്യാണ്ട് പതൂന്ന് അവൻ അങ്ങോട്ട് താഴെ വീണപ്പോഴാണ് കൂട്ടത്തിലുള്ള ആർക്കോ കാര്യം പിടികിട്ടിയത്. തീരെ വയ്യ പെൻഗ്വിന്. വേഗം അവിടെയുള്ള വെൽഫെയർ ഹോമിൽ വിളിച്ചു, മൃഗസംരക്ഷകരെ വിളിച്ചു. മൃഗസംരക്ഷകർ ഓടി വന്നിട്ട് അവനെ തൂക്കിയെടുത്തോണ്ട് പോയതിന് ശേഷം അവരവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ കണ്ണ് തുറക്കണില്ല. അവന് തീരെ വയ്യ. അവർ വേഗം ആംബുലൻസിലൊക്കെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ എന്നാലും അവർ നോക്കുമ്പോൾ പെൻഗ്വിന് തീരെ വയ്യ, വളരെ മോശം കണ്ടീഷനിലാണ്. അവിടുത്തെ ഡോക്ടർക്ക് പെൻഗ്വിനെ തൊട്ട് നോക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഈ മണ്ണൊക്കെ കൂടെ വാരി തിന്നിട്ട് പെൻഗ്വിന് വയ്യാണ്ടായതാണ് എന്ന്. പെൻഗ്വിൻ ഡോക്ടർ വേഗം വെറ്റിനറി ഡോക്ടർ സർജനെ വിളിച്ചു. സർജൻ ഓടി വന്നു സർജൻ. എന്നിട്ട് സർജറി ചെയ്യാൻ അവർ തീരുമാനിച്ചു. കാരണം അല്ലാണ്ട് പെൻഗ്വിന് ജീവൻ വരില്ല. വേഗം സർജറി ചെയ്ത് അതിൻ്റെ വയറ്റിലുള്ള മണ്ണ് മുഴുവൻ മാറ്റണം എന്നുള്ള തീരുമാനത്തിലെത്തി. വേഗം സർജറി ടേബിൾ റെഡിയായി. അവർ സർജറി നടത്തി പെൻഗ്വിൻ്റെ വയറ്റിലുള്ള മുഴുവൻ മണലും പുറത്തേക്ക് എടുത്തു. എന്നിട്ട് സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി അതിനെ വേറൊരു മുറിയിലേക്ക് മാറ്റി. അങ്ങനെ മെല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താ അവർക്കറിയാമല്ലേ, തണുത്ത വെള്ളം വേണം, തണുത്ത ഐസ് വേണം, മീനുകൾ വേണം കഴിക്കാൻ എന്നൊക്കെ അറിയണമുണ്ട്. അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു റൂമിനകത്ത് തണുത്ത വെള്ളമൊക്കെ കിട്ടിയതോടുകൂടെ സന്തോഷമായി. നല്ല ജില്ലെന്നുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ എടുത്തു ചാടി സന്തോഷത്തോടെ കളിച്ചു. ഐസും വെള്ളവും മീനും എല്ലാം അവർ കൊടുത്തു. അപ്പോൾ പെൻഗ്വിൻ കുഞ്ഞിന് വളരെ സന്തോഷമായി. ഹോപ്പി തുള്ളിച്ചാടി ഹോപ്പ് തന്നെ നടന്നു. അപ്പോഴാണ് ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറിയിൽ. അപ്പോൾ ആളുകൾക്കൊക്കെ ജനൽ വഴി ഇവിടെ പെൻഗ്വിൻ ഓടി നടക്കുന്ന കാണാം. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പെൻഗ്വിൻ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അറിയുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുന്നില്ലേ, എന്താ സംഭവിച്ചതിനെന്നറിയാൻ. അതിൻ്റെ വീഡിയോ പുറത്തു വിടുന്നതിന് വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെൻഗ്വിൻ മെല്ലെ ആരോഗ്യത്തിന് തിരിച്ചെത്തിയ പെൻഗ്വിനെ ഇനി അവിടെ പെറ്റായിട്ട് സൂക്ഷിക്കണേൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു തിരിച്ചതിനെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാന്ന്. അങ്ങനെ അവരൊരു ഷിപ്പിൽ നിറയെ പെൻഗ്വിന് സുഖമായിട്ടിരിക്കാൻ പാകത്തിലുള്ള തണുത്ത വെള്ളവും ഐസ് കട്ടകളും നിറയെ കഴിക്കാനുള്ള മീനുമായിട്ട് അവരങ്ങ് അന്റാർട്ടിക്കയിലോട്ട് കുറച്ച് ആളുകളും ചേർന്ന് ഡോക്ടറും ഒക്കെ കൂടെ ചേർന്ന് അന്റാർട്ടിക്കയിലോട്ട് പെൻഗ്വിൻ കുഞ്ഞിനെയും കൊണ്ട് പോയി. അങ്ങനെ അന്റാർട്ടിക്കൻ തീരത്തെത്തിയപ്പോൾ പെൻഗ്വിനുകളെ കാണാം. അപ്പോൾ എന്ത് ചെയ്തു, വലിയൊരു ഐസ് ബാർ എടുത്ത് വെച്ച് ഷിപ്പിന്ന് സീലോട്ട് വെച്ച് കൊടുത്തിട്ട് മെല്ലെ പെൻഗ്വിൻ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ടാറ്റാ ഇനി നീ നിൻ്റെ വീട്ടിൽ പൊക്കോ ഹോപ്പിക്കുട്ടാ എന്നും പറഞ്ഞ് മെല്ലൊരു പുഷ് കൊടുത്തു. സും പ്ലക്. പെൻഗ്വിൻ കുഞ്ഞ് അതാ വഴുതി വന്ന് കടലിലോട്ട് വീണു. അവിടെ നിന്ന് അവൻ നല്ല ദൂരം ആഞ്ഞങ്ങ് തുഴഞ്ഞു. ആദ്യം ആരെയും കണ്ടില്ല, സങ്കടമൊക്കെ തോന്നി. പക്ഷെ അതാ ദൂരം നോക്കുമ്പോൾ വേറെ കുറേ പെൻഗ്വിനുകൾ നീന്തി തുടിക്കുന്ന കണ്ടു. കുറേ ദൂരം ചെന്ന് അവൻ വേഗം തല പൊക്കി നോക്കി. അവൻ്റെ കൂട്ടത്തിലുള്ളവരെ കണ്ടപ്പോൾ അവൻ്റെ നീന്തലിൻ്റെ വേഗം കൂടി. കുറേ ദൂരം ചെന്ന് അവൻ നേരെ തലപൊക്കി നോക്കിയപ്പോഴെവിടെ അതാ നിൽക്കുന്നു ചങ്ങാതിമാരും അച്ഛനും എല്ലാവരും. ഓടിച്ചെന്ന ചങ്ങാതിമാർക്ക് ഭയങ്കര സന്തോഷമായി. ഹോപ്പി വന്നേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അവർ ഹോപ്പിയെ സ്വീകരിക്കാൻ വന്ന് നിന്നു. അപ്പോഴത്തേക്കും ഹോപ്പി എന്താ ചെയ്തതെന്നറിയോ, തൻ്റെ കയ്യിലുള്ള
കയ്യിലിരിപ്പ് കാരണമാണ് തിരിയപ്പോഴേ വിട്ടിട്ട് പോകേണ്ടി വന്നതല്ലേ. എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചെത്തിയതാണ്. അപ്പോൾ ഉടനെ തന്നെ അച്ഛനെയും അമ്മയും കാണാനാണ് അവന് ആഗ്രഹം ഉണ്ടായത്. നമ്മളും അങ്ങനെയല്ലേ, ഒരു ഹോസ്റ്റലിൽ പോയി നിന്നിട്ടോ ദൂരയാത്ര കഴിഞ്ഞ് വന്നാലോ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും കാണണം തോന്നും അല്ലേ. അങ്ങനെ അവൻ ഓടിച്ചെന്ന് അച്ഛനെ ഹഗ് ചെയ്തു. അച്ഛൻ അവനെ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എല്ലാവരും വിചാരിച്ചു ഹോപ്പിയെ ഇനി തിരിച്ച് കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ പിന്നീട് അവനെ തിരിച്ച് കിട്ടിയില്ല. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. നോക്കുമ്പോൾ ആരാ, നമ്മുടെ ഒരു കുഞ്ഞു വാവയില്ലേ, മുട്ടയ്ക്കകത്തുണ്ടായിരുന്ന കുഞ്ഞുവാവ, അതൊരു ശരിക്കും കുഞ്ഞുവാവയായി പുറത്ത് വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് പെൻഗ്വിൻ കുഞ്ഞ്. അതിനെ കണ്ടപ്പോൾ ഹോപ്പിക്ക് ഭയങ്കര സന്തോഷമായി. ഹോപ്പി പോയി ഓടിച്ചെന്ന് ആ കുഞ്ഞുമാവയും കെട്ടിപ്പിടിച്ച് അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ബാക്കിയുള്ള കാലം അവിടെ അന്റാർട്ടിക്കയിൽ തന്നെ കഴിഞ്ഞു. ഇതാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ഹോപ്പിയുടെ കഥ. പേര് ഹോപ്പി അല്ലായിരിക്കും കേട്ടോ, പക്ഷേ കഥാകൃത്ത് പേരിട്ട പേര് ഹോപ്പി എന്നാണ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടും കഥ ശരിക്കും നടന്നത് എന്താണെന്ന്. അപ്പോൾ കഥ എപ്പോഴും കഥ തന്നെയായിരിക്കും, കുറച്ച് എക്സാജറേഷൻസ് ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള കഥ. ഇത് ശരിക്കും നടന്ന ഒരു സംഭവ കഥയാണെന്ന് ഈ പുസ്തകത്തിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ഈ പുസ്തകം വാങ്ങി വായിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത്, എല്ലാത്തിനും സെർച്ച് ചെയ്യുന്ന ആളുകളല്ലേ ഇപ്പം നമ്മൾ, ഇതൊക്കെ ഒന്ന് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. ഒരു കുട്ടിക്കഥ. ഇനി വേറെ നല്ല കഥകളായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ. പുതുപുത്തൻ കഥയൊക്കെ കേട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ. ഒത്തിരി ചങ്ങാതിമാർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ചാനൽസ് വരുന്നവർ കുറവാണ്. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ. ഹാവ് എ നൈസ് ഡേ.